പണ്ട് തൊട്ടേ വിരുന്നുകളിലെ പ്രധാന വിഭവമാണ് ചിക്കൻ. നമുക്കിത് കഴിക്കാൻ എളുപ്പമാണെങ്കിലും കോഴികളുടെ കണ്ണിലൂടെ ഒന്ന് നോക്കിയേ, നമ്മൾ അത്തരത്തിലെ ഒരു കഥയാണ് കേൾക്കുന്നത്. ഒരു കോഴി ഫാം ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരു ടർക്കി കോഴിയാണ് റെജി. അവനറിയാം ഇവിടെ നിന്ന് കോഴികളെ പിടിച്ചോണ്ട് പോകുന്നത് അറുത്ത് മനുഷ്യർക്ക് കഴിക്കാനാണെന്ന്. അവൻ ഇതേപ്പറ്റി അവന്റെ സുഹൃത്തുക്കളായ മറ്റു ടർക്കികളോട് പറഞ്ഞു. പക്ഷെ അവരാരും റെജിയെ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, അറക്കാനായി കോഴികളെ പിടിച്ചോണ്ട് പോകുമ്പോൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാണെന്നും എനിക്കും അങ്ങനെ പോകണമെന്നും ആശിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ റെജി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മറ്റുള്ള ടർക്കികൾക്ക് വിശ്വാസമായി. അപ്പൊ നമ്മുടെ റെജിയെ എല്ലാവരും അംഗീകരിക്കും എന്നവൻ കരുതി. പക്ഷേ ഞങ്ങൾ അറക്കുന്നതിന് മുൻപ് നിന്നെ അവർ അറക്കട്ടെ എന്നും പറഞ്ഞ് റെജിയെ അവർ ഈ കൂട്ടിൽ നിന്ന് തള്ളിവിടുകയാണ് ചെയ്തത്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അന്നത്തെ ദിവസം കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു. കോഴി ഫാമിൽ നിന്ന് ഒരു കോഴിയെ മാത്രം വളർത്താനായി എടുക്കുന്ന ദിവസം. അതിനുവേണ്ടി ഇപ്പോൾ US പ്രസിഡന്റ് വന്ന് സെലക്ട് ചെയ്തത് നമ്മുടെ റെജിയെ ആയിരുന്നു. അങ്ങനെ റെജിയെ ഈ പ്രസിഡന്റിന്റെ മകള് ആലോലം താലോലം പാടിക്കൊണ്ട് നേരെ ഒരു എയ്റോപ്ലെയിനിലോട്ട് കയറ്റി. അവന് വിശ്വസിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ നമ്മുടെ റെജി ഇപ്പോ അദ്ദേഹത്തിന്റെ മകളോടൊത്ത് അദ്ദേഹത്തിന്റെ വീട്ടില് താമസിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അവന്റെ ലൈഫ് റൂട്ടിൽ നിന്ന് ഒരുപാട് മാറ്റം ഇവിടെ ഉണ്ടായിരുന്നു. ആ മകള് നമ്മുടെ റെജിക്ക് TV കാണാൻ പഠിപ്പിച്ചു കൊടുത്തു, പിസ കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ റെജി നല്ല വസ്ത്രങ്ങൾ ധരിക്കാനായി പഠിച്ചു, അത് പ്രസിഡന്റ് ധരിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ എന്നും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പിസയും കഴിച്ച് TV കാണലാണ് നമ്മുടെ റെജിയുടെ പ്രധാന പരിപാടി. ഇതാണ് സ്വർഗം എന്നവൻ സ്വന്തം ഇങ്ങനെ പറയുമായിരുന്നു. അവന്റെ കാര്യം തന്നെ ഓർത്ത് അവന് ഭയങ്കര അഭിമാനവും തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ റെജിയെ ഇവിടെ നിന്ന് ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. റെജിക്ക് അറിയത്തില്ല പ്രസിഡന്റിന്റെ വീട്ടിലെ കോഴിയെ ആരെടുത്തോണ്ട് പോയി എന്നുള്ളത്. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് അതും ഒരു ടർക്കി കോഴിയാണെന്ന് റെജിക്ക് മനസ്സിലാവുന്നത്. അവന്റെ പേര് ജാക്ക് എന്നായിരുന്നു. ജാക്ക് പറഞ്ഞു, നമുക്ക് ചെയ്തു തീർക്കാൻ ഒരു വലിയ കാര്യമുണ്ട്. റെജിക്കൊന്നും മനസ്സിലായില്ല. എന്റെ വീട്ടിലാക്കിയേക്ക്, എനിക്ക് അവിടുത്തെ ലൈഫാണ് ഏറ്റവും ഇഷ്ടം എന്ന് റെജി പറയുമ്പോൾ, അതല്ല, നീ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് ഗ്രേറ്റ് ടർക്കി എന്നോട് വന്ന് പറഞ്ഞതാണ്. അത് നമ്മുടെ കാണപ്പെട്ട ദൈവമാണ്. അദ്ദേഹം എനിക്ക് ഒരു പ്രത്യേക ഡോർ നോബും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റെജിയെ കൂട്ടിക്കൊണ്ട് ജാക്ക് അവിടെയുള്ള ഒരു ഒഴിഞ്ഞ ഫാമിലേക്ക് ചെല്ലുവാണ്. ഇതിനകത്താണോ നിനക്ക് മിഷൻ ചെയ്യാനുള്ളത് എന്ന് നമ്മുടെ റെജി ചോദിക്കുന്നു. ജാക്ക് പറഞ്ഞു, നിനക്കറിയോ എന്താണ് മിഷൻ എന്ന്? നിനക്കറിയില്ലേ, താങ്ക്സ് ഗിവിംഗ്, അതായത് പല വിരുന്നുകളുടെ സമയത്തും ഇറച്ചി വിളമ്പുന്നത്, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മള് ഈ ഇറച്ചി വിളമ്പുന്ന ശീലം മനുഷ്യർ എന്ന് തുടങ്ങിയോ അക്കാലത്ത് പോയിട്ട് കോഴികളെ കഴിക്കാൻ പാടില്ലെന്ന് വരുത്തി തീർക്കണം. അക്കാലത്തേക്ക് പോവാനോ എന്ന് പറഞ്ഞ് നമ്മുടെ ജാക്കിന് പിറകെ റെജി പോവാണ്. അതെ, എനിക്കൊരു കാര്യം അറിയാം. ആ ഗ്രേറ്റ് ടർക്കി നമ്മുടെ ഈ ലോകത്ത് ഇപ്പോ ഒരു ടൈം മെഷീൻ ഉണ്ടാക്കുന്നതായിട്ട് പറഞ്ഞു തന്നു. ആ സ്ഥലവും എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ അവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ജാക്ക് പറയുന്നു. അപ്പോഴേക്ക് ഈ ഫാമിൽ നിന്ന് പല മാറ്റങ്ങളും സംഭവിച്ച് ഇവരൊരു ഗ്രൗണ്ട് ടണലിലേക്ക് വീണിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു മാപ്പ് ഉണ്ട്. ടൈം മെഷീന്റെ അടുത്തോട്ടുള്ളതും എക്സിറ്റിലേക്കുള്ള വഴി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ജാക്കിന് എഴുത്തും വായന അറിയത്തില്ല. അതുകൊണ്ട് റെജി പറഞ്ഞു, നമുക്ക് എക്സിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാ പോവേണ്ടത്, അവിടെയാണ് ടൈം മെഷീൻ ഇരിക്കുന്നതെന്ന്. പാവം നമ്മുടെ റെജിയെ വിശ്വസിച്ച് ജാക്ക് പിറകെ ചെല്ലുവാണ്. എന്നാൽ അവിടെ എത്തിയതും പട്ടാളക്കാരെ കണ്ട റെജി ചിലപ്പോ പ്രസിഡന്റിന്റെ വീട്ടിലെ കോഴിയാണെന്നും പറഞ്ഞ് ഇവനെ രക്ഷപ്പെടുത്തിയാലോ എന്നും കരുതി അവന്മാരുടെ അടുത്തോട് ചെല്ലും. പക്ഷെ റെജി അവർ ഓടിച്ചു വിടും. ഈ സമയം പ്രസിഡന്റും മിലിറ്ററി ഏജന്റും കൂടി ഇവിടെ നിന്ന് ടൈം മെഷീൻ ഇപ്പൊ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ജാക്ക് ആവട്ടെ ആ ടൈം മെഷീൻ കണ്ടുപിടിക്കാനായിട്ട്, റെജി തന്നെ ചതിക്കുവാണെന്ന് മനസ്സിലായി, സ്വന്തം അത് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴിയെല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവന്മാരങ്ങനെ കറക്റ്റായിട്ട് ടൈം മെഷീൻ എവിടെയാണോ അവിടെ തന്നെ ഓടിയെത്തുന്നുണ്ട്, ഈ പട്ടാളക്കാരിൽ നിന്ന് പേടിച്ചോടിയിട്ട്. ഇതിനകത്തിരിക്കുന്ന ടൈം മെഷീനിൽ ആദ്യമായിട്ട് പോകാനിരിക്കുന്ന ആൾക്കാണെങ്കിൽ ഒടുക്കത്തെ പേടിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ടർക്കി കോഴികൾ അകത്തോട്ട് കടക്കുന്നത്. ഈ മിലിറ്ററി ഏജന്റ് കാണുന്നത്. അയാളോട് ആ ടൈം മെഷീനിൽ നിന്ന് ഇറങ്ങാൻ പറയുക, അല്ലെങ്കിൽ അയാളുടെ ലൈഫിനെ ആപത്താണെന്നും പറയുമ്പോൾ അയാൾ വേഗം തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി ഓടി. കറക്റ്റ് സമയത്ത് റെജിയും ജാക്കും കൂടെ ടൈം മെഷീന്റെ അകത്തോട്ടും കയറി. പിന്നീട് ഈ ടൈം മെഷീൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ എവിടെയും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലെ മാറ്റങ്ങളൊക്കെ വരുവാണ്. കുറച്ചു നേരത്തേക്ക് അവിടെ ഭൂഗുരുത്വാകർഷണം വരെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഒരു ഭൂകമ്പം പോലുള്ള ഒരു സംഗതി അത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയർ ആവുകയും ചെയ്തു. അയ്യേ, നമ്മൾ ഉണ്ടാക്കിയ ടൈം മെഷീൻ കൊള്ളത്തില്ല എന്നാണ് മിലിറ്ററി ഏജന്റ് വിചാരിച്ചത്. പക്ഷേ അത് നല്ല പ്രവർത്തിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ടൈം ലൈനിൽ എത്തിപ്പെട്ട ഈ ടൈം മെഷീൻ തന്റെ പേര് പറഞ്ഞു. എന്റെ പേര് സ്റ്റീവ് എന്നാണ്. റെജിയും ജാക്കും അവരെയും പരിചയപ്പെടുത്തി. എന്നിട്ട് നമ്മുടെ ജാക്ക് പറഞ്ഞു, സ്റ്റീവ്, നീ ഞങ്ങളെ താങ്ക്സ് ഗിവിംഗ് ഫംഗ്ഷൻ തുടങ്ങിയ കാലത്തേക്ക് കൊണ്ടുപോകൂ എന്ന്. ഉടനെ തന്നെ സ്റ്റീവ് അത് ചെയ്തു. പക്ഷെ പോകുന്ന വഴിക്ക് ഒരുപാട് കാലം പുറകിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് രൂപത്തിലെ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റെജിക്കാണ്.
അങ്ങനെ 1682 കാലഘട്ടത്തിലേക്ക് ഇവരെത്തി. അവിടെ എത്തുമ്പോഴേക്ക് റെജിക്ക് ആകെ തല കറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വേഗം വാ, നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ജാക്ക് പറയുന്നു. അങ്ങനെ അവിടെ ഒരു കാടാണുള്ളത്. ആ കാടിന്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും വെടിയൊച്ച. അതുകൂടാതെ 3-4 വേട്ടപ്പട്ടികളും വരുന്നു. അവിടെ ഒരു ഹണ്ടർ ഉണ്ടായിരുന്നു. ആളുടെ പേര് സ്റ്റാൻഡി എന്നാണ്. അങ്ങനെ സ്റ്റാൻഡിയും തന്റെ വേട്ടപ്പട്ടികളും കൂടെ റെജിയെയും ജാക്കിനെയും പിടിക്കാനായി പിറകെ ചെല്ലുവാണ്. ആ സമയത്തേക്ക് ഇവരാരാണെന്നും കൂടി അറിയാത്ത വേറെ കുറച്ച് ടർക്കി കോഴികൾ നമ്മുടെ റെജിയെയും ജാക്കിനെയും രക്ഷപ്പെടുത്തി. അല്ല, നിങ്ങൾ എന്താ ഈ പേടിച്ചിരിക്കുന്നേ? മനുഷ്യന്മാർ നിങ്ങളെ കഴിക്കുമെന്നും കരുതിയിട്ടാണോ എന്ന് റെജിയും ജാക്കും ചോദിക്കുമ്പോൾ അവര് നമ്മളെ കഴിക്കാറില്ല, അവര് നമ്മളെ വേട്ടയാടി പിടിക്കാറേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞ് റെജിയെയും ജാക്കിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇവർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തില് ഒരു പെൺ ടർക്കി ഉണ്ടായിരുന്നു. അവളുടെ പേര് ജെന്നി എന്നാണ്. ജെന്നിയാണ് നമ്മുടെ റെജിയുടെ കൈയും പിടിച്ച് ഓടിക്കൊണ്ടിരുന്നത്. ഈ ഓട്ടത്തിനിടയില് മറ്റോമാരുടെ, അതായത് ജെന്നിയുടെയും സംഘത്തിന്റെയും കൂട്ടത്തിലുണ്ടായിരുന്ന 2 ടർക്കികളെ ഈ വേട്ടക്കാര് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇവരെ തൽക്കാലത്തിന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെന്നിയുടെ ചേട്ടനായ റേഞ്ചറും കൂടി ഇവരുടെ താവളത്തിലേക്ക് റെജിയെയും ജാക്കിനെയും കൊണ്ടുപോവാണ്. ഇവന്മാരുടെ 2 പേരുടെയും കാരണം നമ്മുടെ കൂട്ടത്തിലെ 2 പേരെ നമുക്ക് നഷ്ടമായെന്ന് ഈ ടർക്കി സംഘത്തിന്റെ നേതാവിനോട് നമ്മുടെ റേഞ്ചർ, അതായത് ആ ടർക്കി സംഘത്തിന്റെ നേതാവിന്റെ മകൻ പറയുന്നുണ്ട്. ഈ സമയം കാട്ടിലേക്ക് പോയ വേട്ടക്കാരെ കാത്തിരിക്കുവാണ് ഇന്നാട്ടിലെ ഗവർണറും ബാക്കിയുള്ള ആളുകളും. ഇവർ ടർക്കി കോഴികളെ ഹണ്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കോണുകളെല്ലാം തന്നെ ഈ ടർക്കി കോഴികൾ കയറി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ ടർക്കി കോഴികളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും, ഇവർക്ക് ഭക്ഷണം കിട്ടും. ഇപ്പൊ ഇവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ റെജിയും ജാക്കും ഉള്ളത് ജെന്നിയും റേഞ്ചറും അടങ്ങുന്ന ആ ടർക്കി കൂട്ടത്തിന്റെ ഉള്ളിലാണ്. ഇവര് ഒളിച്ച് ഒരു മരത്തിന്റെ അടിയിൽ വലിയൊരു തുരങ്കം പോലെയൊക്കെ ഉണ്ടാക്കിയാണ് താമസിക്കുന്നത്. ഇത്രയും ടർക്കി കോഴികൾ ഒന്നിച്ച് താമസിക്കുന്നതും പണിയെടുക്കുന്നതും ഒന്നും തന്നെ ഫ്യൂച്ചറിൽ നിന്ന് വന്ന നമ്മുടെ റെജിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവനിത് കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷ. പുതിയ ആൾക്കാരായ റെജിയെയും ജാക്കിനെയും ഈ സംഘത്തിന്റെ തലവനായിട്ടുള്ള നമ്മുടെ ജെന്നിയുടെ റേഞ്ചറിന്റെയും അച്ഛൻ പരിചയപ്പെടുന്നുണ്ട്. പുള്ളിയുടെ അച്ഛനും വന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ റെജിയും ജാക്കും പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. താങ്ക്സ് ഗിവിംഗ് എന്നൊരു ഫംഗ്ഷൻ 3 ദിവസം കഴിഞ്ഞ് നടക്കും. അതിൽ നമ്മൾ ആഹാരമാവും, അപ്പോൾ അത് നിർത്തണം എന്നൊക്കെ പറയാണ്. അതിനുവേണ്ടി നമ്മൾ പോരാടണമെന്ന്. അപ്പോൾ ഇവിടുത്തെ നേതാവ് പറഞ്ഞു, നമ്മൾ ഒരിക്കലും തിരിച്ചടിക്കത്തില്ല, നമ്മളെപ്പോഴും ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് സംരക്ഷിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും അവരെ ചെയ്യാൻ പോയാൽ അവരെ നമ്മളെ ഒന്നടങ്കം കത്തിക്കും. നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഈ ഇത്തിരി പോന്ന കുഞ്ഞുങ്ങളെയോ. അപ്പൊ നമ്മുടെ റെജിയും ജാക്കും കുഞ്ഞുങ്ങളെ, അതായത് ഇവർക്ക് കുഞ്ഞുങ്ങളെ ഒന്നും അറിയത്തില്ല, ആദ്യമായിട്ട് കാണുവാണ്. ഇന്നേരത്ത് ഈ മനുഷ്യന്മാര് കുറേ നാളുകളായിട്ട് ടർക്കി കോഴികളെ പിടികൂടാൻ വേണ്ടി ഇങ്ങനെ നടക്കും. പക്ഷേ അവരുടെ താവളം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഹണ്ടർ എന്ന സ്റ്റാൻഡി പറയാണ്, നമ്മൾ ഇത്രയും നാള് ഈ ഡയറക്ഷനിലാണ് പോയി തപ്പിയത്, ഇനി നമുക്ക് ഈ ഡയറക്ഷനിൽ പോയി തപ്പാം എന്ന് പറഞ്ഞ് നോർത്തേൺ സൈഡ് കാണിച്ചു കൊടുക്കുകയാണ്. റെജിക്കും ജാക്കിനും ഇപ്പൊ ഏകദേശം ഈ ടർക്കി കോഴികളുടെ സംഘത്തെ പറ്റി മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസവും ഇവര് പട്രോളിങ്ങിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേതാവ് പറഞ്ഞ കണക്ക് ഓരോരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പില് നമ്മുടെ ജാക്കും റേഞ്ചറും ഒരൊറ്റ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇവന്മാർക്ക് 2 പേർക്കും ആണെങ്കിൽ കണ്ടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയാണ്. ജെന്നിയും റെജിയും കൂടെ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. അവിടെ ഒത്തിരി ട്രാപ്പുകളൊക്കെ തന്നെ സ്റ്റാൻഡിയും ആൾക്കാരും ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ആ ട്രാപ്പുകളൊക്കെ തന്നെ ഉപയോഗശൂന്യമാക്കൽ എന്നുള്ളതാണ് റെജിയുടെയും ജെന്നിയുടെയും പണി എന്ന് പറയുന്നത്. ജെന്നി കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ റെജിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇതേ കൂട്ട് തന്നെയാണ് ജാക്കിന്റെയും റേഞ്ചറിന്റെയും കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ആള് കളിക്കുക എന്നല്ലാതെ ഇവന്മാരിപ്പോ പണിയൊന്നും എടുക്കുന്നില്ല. ഞാനാ നല്ലേ നീയാ നല്ലേ എന്നും പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കൊണ്ടൊക്കെ ഇരുന്നോണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം നമ്മുടെ റെജി ജെന്നിയോട് ഫ്യൂച്ചറിൽ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, പിസയുണ്ട്, TV ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവള് ഇവൻ എന്തോന്ന് പറയുന്നതെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റാൻഡിയുടെ വേട്ടപ്പട്ടികൾ ഇവരെ വീണ്ടും ഓടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇവർ ഓടടാ ഓട്ടം. നമ്മുടെ റെജി ജെന്നിയെയും കൊണ്ട് നേരെ ചെന്ന് കയറുന്നത് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീവിലേക്കാണ്. സ്റ്റീവ് ഇവരെയും കൊണ്ട് ഭൂമിക്ക് വെളിയിലേക്ക് കടന്നു. ഭൂമി ഒരുപാട് ദൂരെ നിന്ന് കണ്ട നമ്മുടെ ജെന്നി, ഇങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമുള്ളത്? എനിക്ക് ഇങ്ങനെയൊക്കെ ആണോ എന്ന് അറിയില്ല, എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേപ്പറ്റി അറിയാനൊക്കെ ആയിട്ട്. ആ സമയം സ്റ്റീവ് ആദ്യമായിട്ട് റെജി ഇതിനകത്ത് കയറിയപ്പോൾ പേടിച്ച കാര്യങ്ങളൊക്കെ വീഡിയോ പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇവര് എല്ലാ പ്രശ്നങ്ങളും മാറിയപ്പോൾ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവര് തിരികെ പോവാണ്, അതായത് ഇവരുടെ കൂട്ടത്തിലേക്ക് തിരികെ പോവാണ്. ഈ സമയം നമ്മുടെ ജാക്കും റേഞ്ചറും കൂടി മനുഷ്യന്മാർ എന്തോ അത്താഴം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ജാക്കിന് മനസ്സിലായി ഇവർ ഈ ഫംഗ്ഷൻ തുടങ്ങാനായിട്ടുള്ള പ്ലാനിലാണെന്ന്.
ഇവിടെ നമ്മുടെ റെജി ജെന്നിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന അതേ സമയത്ത് ജാക്ക് റെജിയെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പറയും, എടാ നമ്മളിവിടെ വന്നത് എന്തിനാ, ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന വിരുന്നിന് ടർക്കി കോഴികളെ മെനുവിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. താങ്ക്സ് ഗിവിംഗ് ഈ അടുത്ത് നടക്കും. അതുകൊണ്ട് മനുഷ്യന്മാര് നമ്മളെ പിടിച്ചു വെക്കുന്നതും നമ്മളെ ഇറച്ചിയാക്കണം എന്നുള്ളത് ആലോചിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ ആയുധങ്ങളെല്ലാം നമ്മൾ നശിപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ റെജിയും ജാക്കും അന്ന് രാത്രി തന്നെ പോവാൻ തീരുമാനിക്കുകയാണ്. ജാക്കിന് ഇതിന്റെ പിറകിലൊക്കെ തന്നെ ഒരു കഥയുണ്ടായിരുന്നു. അവൻ പണ്ട് ഇതുപോലുള്ള ഒരു ഫാമിലാണ് ഉണ്ടായത്. അവനെ കുത്തിവെച്ചൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവനെ അവന്റെ അമ്മയും ആൾക്കാരും രക്ഷപ്പെടുത്തുമ്പോൾ കൂടെ കുറച്ച് മുട്ടകളും കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ജാക്കിന് തനിയെ രക്ഷപ്പെടാനേ പറ്റിയിട്ടുള്ളൂ. അവന്റെ പിറകെയുള്ള തലമുറക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയ നമ്മുടെ ജാക്കാണ് പിന്നീട് ഗ്രേറ്റ് ടർക്കിയെ കണ്ടുമുട്ടിയത്. അതിൽ പിന്നീടാണ് അവൻ റെജിയെ തെരഞ്ഞു പോയതും. അങ്ങനെ ഈ കഥയൊക്കെ കേട്ട് നമ്മുടെ റെജിയെ കൊണ്ട് ജാക്ക് ഇപ്പോൾ നേരെ ഈ വേട്ടക്കാരുടെ താവളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഭയങ്കര പേടി. കാരണം ആര് എന്ത് എപ്പോ എങ്ങനെ വരുമെന്ന് ആർക്കും ഒന്നും അറിയില്ലല്ലോ. റെജിയും ജാക്കും ഇപ്പോൾ ആ താവളത്തിലേക്ക് കയറി ഈ മനുഷ്യന്മാരെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെപ്പൺസും വെടിമരുന്നും എല്ലാം തന്നെ അവരുടെ അടുക്കൽ തന്നെ എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡിയുടെ അടുത്ത് പോയി. നമ്മുടെ ജാക്കിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവന്റെ കയ്യിലെ കുഴലെടുക്കണം. അങ്ങനെ സ്റ്റാൻഡി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിലെ കുഴലെടുത്ത് അതിന് പകരം ഒരു കോണും അവിടെ വെച്ച് ഇവിടെ എല്ലാം തന്നെ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ റെജിയും ജാക്കും പുറത്തേക്ക് പോയി ഈ വെടിമരുന്നിന് അങ്ങോട്ട് തിരികൊളുത്തി. അങ്ങനെ കുറെ അപ്പുറത്ത് നിന്ന് നമ്മുടെ റെജിയും ജാക്കും കാണുന്നുണ്ടായിരുന്നു ഇവന്മാരുടെ എല്ലാ കാര്യങ്ങളും ആയുധപ്പെരയും എല്ലാം തന്നെ കത്തി നശിക്കുന്നത്. ഇതേപറ്റി വലിയ കാര്യത്തില് നമ്മുടെ റെജിയും ജാക്കും തിരികെ വന്ന് അവരോട് പറഞ്ഞു. സ്റ്റാൻഡിയുടെ കുഴലും കാണിച്ചു കൊടുത്തു. എല്ലാവരും തന്നെ ജാക്കിനെയും റെജിയെയും കണ്ട് ഓ നിങ്ങള് നമ്മളെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുന്നു. ഇപ്പോ ആ താവളത്തിലുണ്ടായിരുന്ന മനുഷ്യന്മാര് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ആരാണ് ഇതിന് കാരണക്കാരെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വേട്ടക്കാരൻ പറഞ്ഞു, അത് ആ ടർക്കി കോഴികളാണ്. അവര് പെട്ടെന്ന് ഒരു മുട്ടയിൽ കയറി അപ്രത്യക്ഷമായത് ഞാൻ കണ്ടതാണെന്ന്. കാരണം റെജിയും ജെന്നിയും കൂടെ നമ്മുടെ ടൈം മെഷീനിൽ കയറി പോകുന്നത് ഇയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ എത്രയും പെട്ടെന്ന് പിടിച്ചു വെക്കണമെന്ന് പറയുന്നു. റെജി വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ജെന്നിയോട് നീ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവള് താഴേക്ക് നോക്കുവാണ്. കാരണം മനുഷ്യര് ഇവർ ഒളിച്ചിരുന്നിരുന്ന താവളം കണ്ടെത്തി വന്നിരിക്കുന്നു. അതിന് കാരണം നമ്മുടെ ജാക്ക് കൊണ്ടുവന്ന ആ കുഴലായിരുന്നു. ആ കുഴലിനകത്ത് നിന്ന് വെടിമരുന്ന് വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തീപ്പൊരി തട്ടി ആ ഒരു തീപ്പൊരിയുടെ നാളത്തിലായിരുന്നു മനുഷ്യർ ഇവരെ ഫോളോ ചെയ്തു വന്നത്. നമ്മുടെ റെജിയെയും ജാക്കിനെയും കുറ്റപ്പെടുത്താൻ സമയമില്ല. അങ്ങനെ ഈ സംഘത്തിന്റെ നേതാവ് ഇവരെല്ലാവരെയും കൃത്യസ്ഥലത്ത് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മനുഷ്യന്മാര് ഇവരുടെ താവളത്തിന് തീയിട്ടു. അവിടെ ആവട്ടെ ഒത്തിരി കുഞ്ഞു മുട്ടകൾ ഉണ്ടായിരുന്നല്ലോ. ജാക്ക് അതെല്ലാം തന്നെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേഞ്ചറും ജെന്നിയും റെജിയും എല്ലാവരും സേഫ് അല്ലേ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവർ അതിനകത്ത് അവസാനം അകപ്പെട്ടു. ആ സമയം നമ്മുടെ ജെന്നിയുടെ അച്ഛൻ പുള്ളിയുടെ സ്വന്തം ജീവൻ പോലും ത്യജിച്ച് ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ റെജിയെയും ജാക്കിനെയും ജെന്നിയെ റേഞ്ചറിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മുടെ ജെന്നിയുടെ അച്ഛൻ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ജെന്നിക്ക് ഒത്തിരി സങ്കടം വരുന്നുണ്ടായിരുന്നു. കുറച്ചേറെ ടർക്കികളെയും മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ നേതാവില്ലാതെ ഇവർക്കൊരു സംഘമില്ല. പിന്നീട് അടുത്ത നേതാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നേതാവിന്റെ ആഗ്രഹപ്രകാരം പുള്ളിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല വെച്ച് രണ്ട് മക്കള് ജെന്നി റേഞ്ചറും ഒത്തുനോക്കുമ്പോൾ ജെന്നി നേതാവാകണം എന്നുള്ളതായിരുന്നു അച്ഛന്റെ ആഗ്രഹം എന്ന് ഇവർക്ക് മനസ്സിലാവാണ്. ജെന്നി അച്ഛനെ പോലെ ഒതുങ്ങിക്കൂടാനല്ല വിചാരിച്ചത്. ഉറപ്പായിട്ടും നമുക്ക് പ്രതികരിക്കണം, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ജെന്നി പറയുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഒക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ റെജി ആവട്ടെ ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് നമ്മുടെ കാരണം എന്നും പറഞ്ഞ് അവൻ തിരികെ പോവാണ്. ജാക്ക് അവനെ ഒത്തിരി പറഞ്ഞു പിടിച്ചു വെക്കാൻ നോക്കി എന്നവൻ നിന്നില്ല. അങ്ങനെ റെജി ഇപ്പോൾ അവന്റെ സ്വന്തം കാലത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഓൾറെഡി ഒരു റെജി ഉണ്ടായിരുന്നു. ആ റെജി ഇപ്പൊ വന്ന റെജിയോട് പറഞ്ഞു, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്, നീ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പാടില്ല. അന്നേരം ഇതിനേക്കാൾ മുന്നിലുള്ള ഫ്യൂച്ചറിൽ നിന്ന് മറ്റൊരു റെജി അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ജാക്കിന്റെ അടുത്ത് വന്ന് ഗ്രേറ്റ് ടർക്കിയാന്നും പറഞ്ഞ് ഞാനാണ് ഇക്കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത്. കാരണം ഫ്യൂച്ചറിൽ നീ ഇപ്പോ വന്നതിന്റെ പേരിൽ വീണ്ടും വീണ്ടും ടർക്കി കോഴികളെ വിരുന്നിന് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നീ ഇപ്പൊ അവരെ സഹായിച്ചില്ലെങ്കിൽ ജെന്നിക്ക് സംഘത്തിന് വിജയിക്കാൻ പറ്റില്ല. നീ വേണം അവിടെ പോയി അവരെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറയുന്നു. എന്നിട്ട് ഒരു കുഞ്ഞു മാർഗവും കൂടെ പറഞ്ഞു കൊടുത്തു. ഈ സമയം നമ്മുടെ ടർക്കി കോഴി സംഘം ഇപ്പോൾ സ്റ്റാൻഡിയെയും സംഘത്തിനെയും നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ജാക്ക് വീണ്ടും അങ്ങോട്ട് വന്നു. ജാക്കിനെ ആദ്യം ഇവരെ കൂടെ കൂട്ടാൻ തയ്യാറായില്ലെങ്കിലും ഇപ്പൊ എന്തായാലും ഒരു അടിപിടി വേണ്ട എന്നും കരുതി അവരങ്ങനെ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജാക്കിനെയും കൂടെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇവരെ നേരെ ഇപ്പോൾ അടിയുണ്ടാക്കാനായിട്ട് പോകുന്നത്.
അവിടെ ആവട്ടെ ഈ മനുഷ്യന്മാരുടെ സംഘം പീരങ്കിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ടർക്കി കോഴികളെ കാത്തിരിക്കുന്നത്. കാരണം കേവലം ടർക്കിയാണെന്നും പറഞ്ഞ് കാര്യമില്ല, അമ്മാതിരി പണികളായിരുന്നു ഇവന്മാര് നമ്മുടെ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരും ഒട്ടും കുറച്ചില്ല. ഇപ്പോ വലിയ മത്തങ്ങക്കൊക്കെ തീയിട്ടിട്ടായിരുന്നു ബാഹുബലിയുടെ കണക്ക് അവരെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യന്മാർ ഇവർക്ക് നേരെ പീരങ്കി ഉതിർക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് അന്തരീക്ഷത്തിലെ വലിയ മാറ്റങ്ങൾ, ഭൂകമ്പം പോലെ അല്ലെങ്കിൽ ഭൂമികുലുക്കം പോലെ ഒരു സംഗതിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെജി അവിടേക്ക് ടൈം മെഷീൻ കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 സെക്കൻഡ് ബാക്കിലേക്കായി. അതായത് മനുഷ്യന്മാർക്ക് ടർക്കി കോഴികളെ വിരുന്നിന് കഴിക്കണം എന്നുള്ള ബുദ്ധി വരുന്നതിന്റെ 10 സെക്കൻഡ് പിറകിലേക്ക് സഞ്ചരിച്ച് നമ്മുടെ റെജി വിശപ്പിന് മനുഷ്യന്മാർക്ക് പിസ കൊടുക്കുകയാണ്. അപ്പോൾ പിസ കഴിച്ച അവര് ഇത് അപാര രുചിയുള്ള സംഗതിയാണല്ലോ എന്ന് പറഞ്ഞ് ഇതിന്റെ അഡിക്റ്റായി മാറി. അതായത് ചിക്കൻ കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഇവർക്ക് വന്നതേയില്ല. പിന്നീട് ഇതൊരു വിരുന്നായി മാറി. അതായത് ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഫുഡ് കഴിക്കുന്നത് വിരുന്ന് എന്ന പേരിൽ, താങ്ക്സ് ഗിവിംഗ് ഫംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. പക്ഷേ അന്ന് വിളമ്പിയത് ചിക്കൻ ഒന്നും ആയിരുന്നില്ല, പകരം പിസയായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ജാക്കും റെജിയും വിചാരിച്ചത്. പണ്ട് തൊട്ടേ പിസ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്തായാലും പിന്നീട് ഇതിന്റെ കാര്യമില്ലല്ലോ. നമ്മുടെ റെജി എന്തായാലും ഇവരുടെ കൂടെ തന്നെ താമസിക്കാമെന്ന് വിചാരിച്ചു. കാരണം ജെന്നിയെ കല്യാണം കഴിച്ചിട്ട്. ജാക്ക് ആവട്ടെ ഇവിടെ ഒന്നുമല്ല, ഇനിയും അവൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ വീണ്ടും ഈ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് തന്നെ സഞ്ചരിച്ചിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ റെജിക്കും ജെന്നിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നതും കാണിച്ചുകൊണ്ട് 2013 പുറത്തിറങ്ങിയ ഫ്രീ ബേർഡ്സ് എന്ന മനോഹരമായ ഒരു മൂവി അവസാനിക്കുകയാണ്. സോ നമ്മൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു പടമാണ് കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലേ കുറേ കാര്യങ്ങളുടെ ആരംഭം എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങി വെച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചിക്കനൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുക എന്നുള്ള ഒരു ശീലം തുടങ്ങി വെച്ച ആ ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റോ ഒന്നും തന്നെ നമുക്കിപ്പോൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി, അതേപറ്റി അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നല്ല കോമഡിയാണ് കേട്ടോ. നമ്മുടെ റെജി ആയിക്കോട്ടെ ജാക്ക് ആയിക്കോട്ടെ എല്ലാവരും നല്ല കോമഡിയാണ്. ഓരോ ഡയലോഗ് വൈസ് നോക്കുമ്പോഴും കോമഡിയാണ്. പണ്ടൊക്കെ കൊച്ചു ടി വിയിൽ ഈ ഒരു പടം വന്നൊക്കെ സമയത്ത് ഒരുപാട് തവണ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. പണ്ടൊക്കെ വന്നിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ കുറച്ചെങ്കിലും കുട്ടികൾ ഒരു 20s അല്ലെങ്കിൽ ഒരു 90s ലാസ്റ്റ്, അത്തരത്തിൽ ആ ഒരു 90s ലാസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ആ സമയത്തൊക്കെ ജനിച്ച കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഒരു നൊസ്റ്റു കഥയായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണ്ട കൂട്ടുകാരെ, പേരുകൾ കമൻസ് ആയിട്ടിടുക. ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ട കൂട്ടുകാര് എന്നാണ് ബർത്ത്ഡേ എന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്നയാളുടെ പേരെന്താണെന്നും ബർത്ത്ഡേയുടെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കമന്റ് ആയിട്ട് പറയാട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ മൂവി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. ടാറ്റാ ബൈ.